അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമായ വീട്. ഈ വരികൾ ഞാൻ കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മൈ ഹോം ഈസ് ഇൻ ഹെവൻ, ഐ ആം ജസ്റ്റ് പാസിംഗ് ത്രൂ ദിസ് വേൾഡ്. മൈ ഹോം ഈസ് ഇൻ ഹെവൻ, ഐ ആം ജസ്റ്റ് പാസിംഗ് ത്രൂ ദിസ് വേൾഡ്. എൻ്റെ വീട് സ്വർഗമാണ്, ഞാൻ ഈ ഭൂമിയിൽ ജസ്റ്റ് കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. ഇതെൻ്റെ സ്വന്തം സ്ഥലമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഈ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നവരാണ്. വിസിറ്റിംഗ് വിസയിൽ ഒരാൾ ഗൾഫിൽ പോയാൽ ആ വിസ തീരുന്നതിന് മുമ്പ് പുള്ളിയുടെ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു കയറി പോകണം. ഇതുപോലെ നമ്മളൊക്കെ പരദേശികളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങൾ ആകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരാൾ മാത്രമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ ഡെസ്റ്റിനി, നമ്മളുടെ ലക്ഷ്യസ്ഥാനം ഹെവനാണ്, എറ്റേണിറ്റിയാണ്, നിത്യതയാണ്. അവിടെ എത്തണം എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഭരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. ആ ചിന്ത എപ്പോൾ നമ്മുടെ അകത്ത് വരുന്നോ അത് നമ്മുടെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും, നമ്മുടെ വഴിത്തിരിവായിരിക്കും. എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു. മരണം കൊണ്ട് അവസാനിക്കില്ല ഈ ഭൂമിയിലെ ജീവിതം, അതിനപ്പുറത്തൊരു ലൈഫുണ്ട് എന്ന ബോധ്യം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ആ ബോധ്യമാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും എന്നെ ഉറപ്പിച്ചത്. അതിനുവേണ്ടി എനിക്കായി ജീവൻ തന്ന കർത്താവ്, അതിനുവേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായ ദൈവപുത്രൻ. അങ്ങനെ ഓരോന്നും വർണ്ണിക്കാൻ സമയം പോരാ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത്? നിത്യജീവനെ പ്രാപിക്കുവാൻ, നിത്യത നമുക്ക് ലഭ്യമാകുവാൻ, സ്വായത്തമാക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടിൻ്റെ വരികൾ അതൊന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം കേൾക്കാൻ. ഹെവൻ ഈസ് മൈ ഹോം, ഐ എം ജസ്റ്റ് പാസിംഗ് ത്രൂ ദിസ് വേൾഡ്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരമാണ്
എൻ്റെ നിത്യമായ വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്.